ഹലോ ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് കുടുംബത്തിൽ നമ്മൾ കല്യാണം കഴിക്കരുതെന്ന് പറയാറുണ്ട് പലരും, അല്ലേ? അതിന് ഒരു റീസൺ ആയിട്ട് പലർക്കും അറിയില്ല എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് എന്നുള്ളത്. മെഡിക്കലി നമ്മളൊരിക്കലും കോൺസാങ്കിനസ് മാരേജ് എന്നാണ് പറയുക. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കസിൻസിനെ നമ്മൾ കല്യാണം കഴിക്കാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണത്? കാരണം നമ്മുടെ തലമുറകളിലായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ചില റിസസീവ് ജീനുകളുണ്ട്. നമ്മുടെ ശരീരത്തിലെ ക്രോമസോംസ് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് നിലനിൽക്കുന്നത്. പെയേർഡായിട്ടാണ് നമ്മുടെ ക്രോമസോംസ് ഉള്ളത്. അതിനകത്ത് ഒരെണ്ണം ഒരു ഡോമിനൻ്റ് ജീനും ഒരെണ്ണം റിസസീവ് ജീനും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ, ഇത് ക്യാൻസർ പോലത്തെ അസുഖങ്ങളും അല്ലെങ്കിൽ ഡെവലപ്മെൻ്റലായിട്ടുള്ള മന്ദബുദ്ധികളായ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡൗൺ സിൻഡ്രോം, അങ്ങനെ എന്തെങ്കിലും ഒരു സിൻഡ്രോം വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ റിസസീവ് ജീനായിട്ട് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ജനറ്റിക് ഉണ്ടെങ്കിൽ അത് റിസസീവായിട്ട് പോയിട്ടുണ്ടാവും നമ്മുടെ തലമുറകളിൽ എവിടെയെങ്കിലുമൊക്കെ. അത് ഡോമിനൻ്റ് ആയിട്ടുള്ള മറ്റ് ജീനുകൾ അതിനെ താഴ്ത്തി നിർത്തിയിട്ടുണ്ടാവും, അതിൻ്റെ ഒരു എക്സ്പ്രഷൻ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കസിനെ നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ഒരു കുട്ടിയെ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ റിസസീവായിട്ടുള്ള ജീൻസ് എക്സ്പ്രസ് ചെയ്യും. സോ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ജീൻ അതിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് അവിടെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറകളിൽ എവിടെയെങ്കിലുമൊക്കെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരിലും നമ്മുടെ പുരാതന കാലം തൊട്ട് നമ്മളുടെ ഇവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ മനുഷ്യരിൽ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ആരുടെ ജീനിലും, നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ജീനിലൊക്കെ ഉള്ളതാണ്. നമ്മുടെ ജീനിൽ തന്നെ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന ക്യാൻസർ സെല്ലുകൾ അടക്കമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ ശരീരത്തിലൊക്കെ ക്യാൻസർ സെല്ലുകളുണ്ട്. ഈ പറഞ്ഞ ജനറ്റിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന സെൽസ്, അല്ലെങ്കിൽ അതിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റ് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമുക്കൊന്നും അസുഖങ്ങൾ എക്സ്പ്രസ് ചെയ്യാത്തത്. മനസ്സിലായോ? അപ്പോൾ ഈ ഫാമിലിയിൽ നിന്ന് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ റിസസീവായിട്ടുള്ള ജീൻസ് എക്സ്പ്രസ് ചെയ്യും. തൽഫലമായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ഡെവലപ്മെൻ്റലായിട്ടുള്ള ഡിസോർഡേഴ്സും സിൻഡ്രോമും, ഈ പറഞ്ഞ ബുദ്ധി സ്ഥിരതയില്ലാത്ത ആളുകളാവാം, മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികളാവാനും, അവർക്ക് ശരീരത്തിന് എണീറ്റ് നിൽക്കാൻ പോലും മസിൽ ഡിസോർഡേഴ്സും ന്യൂറോണൽ ഡിസോർഡേഴ്സും അല്ലെങ്കിൽ ബ്രെയിൻ ഡിസോർഡേഴ്സും ഒക്കെ ഉള്ള കുട്ടികളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ.